പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് വലിയൊരു ദിവസമാണ്. ഇന്ന് നവംബർ 1-ാം തീയതി സകല വിശുദ്ധന്മാരുടെയും തിരുനാളാണ്. ആദിമസഭയുടെ ഒരു മുഖമുദ്ര തന്നെ എന്താണ്? വിശുദ്ധരും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരും. എൻ്റെ ജീവിതത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ വിശുദ്ധരാകുന്നത് നിസ്സാരമായ കാര്യമാണ്. എന്നിട്ട് നമ്മളെ കർത്താവിൻ്റെ വചനങ്ങളെ ഒരു ദൈവസ്നേഹത്തോടു കൂടി നമ്മൾ ചെയ്താൽ, ലളിതമായിട്ട് ജീവിച്ചാൽ ആർക്കും വിശുദ്ധരാകാം. പിന്നെ ഉള്ള ഒരു പ്രശ്നം, ആൾക്കാർക്ക് എന്താ സംഭവിക്കണമെന്നറിയോ? അതായത് ഈ നമ്മൾക്ക് സാധാരണഗതിയിൽ ദൈവത്തിൻ്റെ ആ സന്നിധാനം വിട്ടുപോകാതിരിക്കാനുള്ള ഒരു പ്രൊട്ടക്ഷൻ ദൈവമാണ് നമുക്ക് തരണത്. പാപം ചെയ്യാതിരിക്കാനുള്ള ഒരു അഭിഷേകമുണ്ട്. നമ്മൾ ആദ്യം അതാണ് ചോദിക്കേണ്ടത്. ശരിക്കും പറഞ്ഞു, ഓക്കെ, നിയോഗത്തിൽ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുകയാണ്. അത് മനസ്സിലിരിക്കട്ടെ. നല്ല ദിവസത്തിൻ്റെ എല്ലാ ആശംസകളും ഏറ്റു പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഈ ദേശത്തിന് അങ്ങ് മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ് നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം സമർപ്പിക്കണം. അതിലൊരു നിയോഗം, കർത്താവേ എന്നെ വിശുദ്ധയാക്കണമെന്നായിരിക്കണം. ബാക്കിയെല്ലാം നിങ്ങളുടെ ജീവിതാവസ്ഥകളെ സമർപ്പിക്കുക. ഈ പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള പ്രത്യേക കൃപയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. പോകുന്ന വഴികൾ, സഞ്ചരിക്കുന്ന ഇടങ്ങൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ഇടപെടുന്ന സന്ദർഭങ്ങൾ, സഞ്ചാര വഴികൾ എല്ലാം സമർപ്പിക്കുക. ഉദ്യമങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ദ്വാദശവേളയിൽ ഈ നിയോഗങ്ങളെല്ലാം ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കഴിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഇന്നത്തെ പ്രാർത്ഥന എല്ലാവരുടെയും എല്ലാ വിഷയങ്ങളെയും ദൈവത്തിനു സമർപ്പിക്കുന്നു. കർത്താവെ, ഇന്ന് എല്ലാ മക്കളുടെയും പ്രാർത്ഥനാ വിഷയങ്ങളെ സമർപ്പിക്കുന്നു. അവരുടെ ജീവിത സംരംഭങ്ങളെ, സാഹചര്യങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് ഈ ദിവസം തന്നതിന് നന്ദി പറയുന്നു. സകല വിശുദ്ധരുടെയും തിരുനാളിന് ദേവാലയത്തിലേക്ക് പോകാൻ ഒരുങ്ങുന്നവരുണ്ട്. എന്നാൽ ഇന്നു മുതൽ പോകാമെന്ന് തീരുമാനിക്കുന്നവരുണ്ട്. അവരെല്ലാവരുടെയും വഴികളെ, യാത്രകളെ എല്ലാം സമർപ്പിക്കുന്നു. കർത്താവിൻ്റെ ആലയത്തേക്ക് നമുക്ക് പോകാം എന്നവർ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ സന്തോഷിച്ചു. ശരിയായി സംയോജിച്ച് പണിതിരുത്തിക്കുന്ന നഗരമായ ജെറുസലേമേ, നിന്നെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ എൻ്റെ കാൽപാദങ്ങൾ നിൻ്റെ പടിവാതിക്കൽ ഊന്നിയിരിക്കണം എന്നൊക്കെ പറയുന്ന ഒരു ദൈവാനുഭവത്തിൻ്റെ ദൈവാനുഭവങ്ങളുണ്ട്.
അതൊക്കെ അനുഭവിച്ച ജനങ്ങളുടെ ഒരു പൈതൃകമാണ് നമ്മൾ പേറുന്നത്. ഇന്ന് ഈ ഒരു നല്ല ദിവസത്തിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ദൈവത്തോട് എന്തെല്ലാം കാര്യങ്ങൾ നീ ചോദിച്ചു ദൈവത്തോട്. ജയിച്ച കാലം പോലെ നീ ഓരോ കാര്യങ്ങൾ ചോദിക്കണം ദൈവത്തോട്. പക്ഷേ വിശുദ്ധനാകാൻ വേണ്ടി ചോദിക്കുന്ന എത്ര പേരുണ്ട്, വിശുദ്ധിയാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്. നമ്മളുടെ എബ്രഹാത്തിനോട് ദൈവം എന്താ പറഞ്ഞത്? 17:3 അവരുടെ പുസ്തകം, നീ എൻ്റെ മുമ്പാകെ നടക്കണം, വിശുദ്ധിയുള്ളവനാണ്. കർത്താവ് നിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായ വിശുദ്ധി, ജീവിത വിശുദ്ധി പാലിക്കുവാനും, കർത്താവെ അങ്ങയുടെ മക്കൾ ജീവിക്കുമ്പോൾ തന്നെ വിശുദ്ധി ഒരു കിട്ടാക്കനിയായിട്ട് തോന്നുകയും ജീവിതത്തിൽ സങ്കീർണതകളിൽ എപ്പോഴും തോറ്റുകൊടുക്കുകയും ദൈവത്തെ നഷ്ടപ്പെടുകയും ദൈവം കൈമോശം വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ എടുത്ത നിലപാടുകളിൽ ഇവിടെ എല്ലാ തിന്മകളും ഒരു മനുഷ്യനെ വലയം ചെയ്യുകയും ചുറ്റിക്കെട്ടപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥകളിൽ വിശുദ്ധി ഒരിക്കലും ഒരിക്കലും ചിന്തിക്കാനാവാത്ത ഒരു വിഷയമാണ്. പക്ഷേ എല്ലാ ജീവിതത്തിൻ്റെ അവസ്ഥകളും നിലനിൽക്കുമ്പോൾ തന്നെ കർത്താവ് നിനക്ക് ഞങ്ങളെ വിശുദ്ധീകരിക്കാൻ കഴിയും. കാരണം നിൻ്റെ വചനമാണ് വിശുദ്ധീകരിക്കുന്നത്. നീ ഒരു മനുഷ്യൻ വിശുദ്ധനാണെന്ന് പറഞ്ഞാൽ നീ വിശുദ്ധനാകും. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ജീവിതാവസ്ഥകളെ സംരക്ഷിക്കുവാനും അതുപോലെ തന്നെ അതിജീവിക്കുവാനും ഞങ്ങളുടെ പാപ സാഹചര്യം അതിജീവിക്കുവാനും അനുഗ്രഹം തരാൻ ഞങ്ങൾക്ക് കഴിയും. നിന്നോട് ആത്മാർത്ഥമായി സഹകരിക്കാനുള്ള കൃപയാണ് ഞങ്ങൾക്ക് വേണ്ടത് കർത്താവേ. അപ്പോൾ ആത്മാർത്ഥമായി സഹകരിക്കാനുള്ള കൃപ, അങ്ങയുടെ വിശുദ്ധിയോട് ആത്മാർത്ഥമായി സഹകരിക്കാനുള്ള കൃപ അങ്ങയുടെ എല്ലാ മക്കൾക്കും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ ചൈതന്യം നിങ്ങളിലേക്ക് ആവശ്യിക്കട്ടെ. നിങ്ങൾ ഇന്ന് സഞ്ചരിക്കുന്ന വഴികൾ കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ വലത്തും ഇടത്തും, നിങ്ങളുടെ വീട്ടിലും വഴിയിലും, നിങ്ങളുടെ ജലത്തിലും കരയിലും മുകളിലും ഹൃദയത്തിലും കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടാകട്ടെ. കർത്താവെ 38 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ ഈ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഈ അൾത്താരയിൽ നടന്ന 10,000 ആരാധന ശക്തിയാൽ സർവോപരി ഈ മാസം കഴിഞ്ഞ മാസം 26-ാം തീയതി നടന്ന ലക്ഷക്കണക്കിന് മനുഷ്യരെ പങ്കെടുത്ത അഖണ്ഡ ജപമാലയുടെ യോഗ്യതയാൽ ഞാൻ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഉടമ്പടി എടുത്തവർ, ഉടമ്പടി എടുക്കാൻ പോകുന്നവർ, നേരത്തേക്കായി ഡയറക്ടേഴ്സ് ഇട്ടവർ, ഓൺലൈൻ ഉടമ്പടി എടുത്തവർ, എല്ലാ മക്കളെയും അവിടെ ഇന്നത്തെ ജീവിത ആവശ്യം അന്നു വേണ്ട ആഹാരം പോലെ നിന്റെ വലതുകരത്താൽ അടിപ്രധാന അനുഗ്രഹത്താൽ അവർ സ്പർശിക്കണമേ. അടിപ്പിട പോലെ വൈദാഘാതം പോലെ ദൈവികമായ ശക്തി നിനക്ക് ആവശ്യിക്കട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വര എന്നേക്കും ആമേൻ. ഇവിടെ നമ്മളിന്ന് വായിക്കാൻ പോകുന്ന വായന സങ്കീർത്തനം 116:10 തിരുവചനമാണ്. ഈ ദിവസത്തെ സന്ദേശം നൽകുന്നത് ഞാൻ കൊടിയ ദുരിതത്തിലകപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വിശ്വാസം കാത്തു സൂക്ഷിച്ചു. ഇത് അതായത് കൊടിയ ദുരിതത്തിൽ അകപ്പെടുമ്പോഴും വിശ്വാസം കാത്തു സൂക്ഷിച്ചു എന്ന് തന്നെയല്ല പ്രശ്നം. വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ മനുഷ്യന് കഴിയുമെന്ന് അതിൻ്റെ അർത്ഥം. കൊടിയ ദുരിതത്തിൽ അകപ്പെട്ടു, അപ്പോഴും ഞാൻ എൻ്റെ വിശ്വാസം കാത്തു സൂക്ഷിച്ചു. അതാണ് ഇപ്പം അപ്പം അങ്ങനെ കാത്തു സൂക്ഷിക്കുന്ന വിശ്വാസം ഉണ്ടല്ലോ, അത് സാധാരണ വിശ്വാസമല്ല. അത് ദൈവത്തിരുസരി സ്വർണത്തെക്കാൾ വിലയുള്ള വിശ്വാസമാണ്. അതുകൊണ്ടാണ് നമ്മുടെ 1 പത്രോസില്ലേ, 1 പത്രോസ് 1:7 വായിക്കുന്നില്ലേ? ഇത് വന്നു വായിച്ചേ. അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തെക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിച്ച നിങ്ങളുടെ വിശ്വാസം. അപ്പൊ സ്വർണത്തെക്കാൾ വിലയാണ് ദൈവത്തിരുസന്നിധി. ഇതിനെല്ലാം ഹാർവസ്റ്റിംഗ് നടക്കുന്ന നിത്യതയിലാണ്. കാര്യം നമ്മുടെ വിശ്വാസത്തിന്റെ ക്വാളിറ്റി, മൂല്യം അത് തന്നെയാണ് നമ്മളെന്ന് പറയുന്നത്. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അത് അഗ്നിശോധന അതിജീവിച്ചിട്ട് നിങ്ങൾ വിശ്വാസം നിലനിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ദൈവത്തിരുസന്നിധിയിൽ അമൂല്യമാണ്. ഞാൻ എപ്പോഴും സംസാരിക്കുന്ന വാക്കാണ് വാല്യൂ ആഡഡ് സ്പിരിച്വാലിറ്റി എന്നാണ്. മൂല്യവർദ്ധിതമായ വിശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ശോധനകളെ അതിജീവിച്ച് കഴിയുമ്പോൾ ദൈവത്തിരുസന്നിധിയിൽ നമ്മൾ വിലയുള്ളവരാകും. അത് തന്നെയാണ് ദൈവത്തിരുസന്നിധി സമ്പന്നത എന്ന് പറയുന്നത്. വിലയുള്ള, അതായത് നമുക്ക് അങ്ങനെ ഒരു അപ്പം മധ്യസ്ഥ പ്രാർത്ഥന മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കാൻ വേണ്ടി ദൈവം നമ്മളെ എംപവർ ചെയ്യും. അതാണ് ഏറ്റവും വലിയ സത്യം. അത് ആ ഒരു ദിവസമാണ് ഇന്ന്. ഒരുപാട് 7:14 കുഞ്ഞാടിൻ്റെ രക്തത്തിലെ വസ്ത്രം കഴുകി വെളുപ്പിച്ച മൂപ്പന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ മറുപടി പറഞ്ഞു, പ്രഭു അങ്ങേക്കറിയാമല്ലോ. അപ്പോൾ അവൻ പറഞ്ഞു ഇവരാണ് വലിയ ഞെരുക്കത്തിൽ നിന്ന് വന്നത്. അതായത് വലിയ ഞെരുക്കത്തിൽ നിന്ന് വന്നതെന്ന് പറയുമ്പോഴേ എന്ത് ഞെരുക്കമാണ്? ഇവരാണ് കുഞ്ഞാടിന്റെ രക്തത്തില് തങ്ങളുടെ വസ്ത്രം കഴുകി വെളുപ്പിച്ച വിശുദ്ധന്മാരും. നമ്മളിന്ന് സകല വിശുദ്ധന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരെയും വിശുദ്ധിയിലേക്ക് ദൈവം വിളിക്കുമ്പോൾ ഇതുപോലുള്ള സകല സാഹചര്യങ്ങളിലൂടെ
വിശ്വാസത്തിൽ കടന്നു പോവുകയും സകലകാല സാഹചര്യം കഴിയുമ്പോഴും അതിജീവിച്ച വിശ്വാസം നിലനിൽക്കുകയും ചെയ്യുമ്പോൾ നിൻ്റെ ആത്മാവിൻ്റെ വസ്ത്രം നീ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ വസ്ത്രങ്ങൾ വെളുപ്പിച്ച വിശുദ്ധനാണ്. ജീവിക്കുന്ന വിശുദ്ധൻ എന്നൊക്കെ പറയുന്നത് അതാണ്. അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്തെല്ലാം സംഭവിച്ചാലും ജീവിക്കുന്ന വിശുദ്ധനായിട്ട് വിശുദ്ധയായിട്ട് എന്നെ ഉയർത്തണമെന്ന പ്രാർത്ഥനയോടുകൂടി കർത്താവായ ദൈവം നിങ്ങളെ ആശീർവദിക്കട്ടെ.